കഴിഞ്ഞ കുറേ കാലമായി ഒരു വിഭാഗം മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും കൊണ്ടുപിടിച്ചു നടത്തുന്ന ഒരു പ്രചാരണമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി നിരക്ക് കേരളത്തിലാണെന്ന്. എന്നാൽ ഇപ്പോഴിതാ മനോരമയ്ക്കും സമ്മതിക്കേണ്ടി വന്നു. രാജ്യത്ത് വൈദ്യുതി നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണെന്ന പച്ചപ്പരമാർത്ഥം. കേരളത്തിൽ വൈദ്യുതി നിരക്ക് കുറവാണെന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കുന്ന വാർത്ത വള്ളി പുള്ളി തെറ്റാതെ നൽകിയതിന് മനോരമയ്ക്ക് നന്ദി. അല്പം വൈകിയാണെങ്കിലും ഇക്കാര്യം മനോരമ നേരെ ചൊവ്വെ പറഞ്ഞല്ലോ. 29 സംസ്ഥാനങ്ങളിലെ വൈദ്യുതി നിരക്ക് താരതമ്യം ചെയ്തുള്ള പട്ടികയാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ടത്. ഇതനുസരിച്ച് ഗാർഹിക വൈദ്യുതി നിരക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവ്. ഒരു യൂണിറ്റിന് 1.50 രൂപ മാത്രമാണ് കേരളത്തിൽ. എന്നാൽ രാജസ്ഥാനിൽ ഇത് 11 രൂപ 57 പൈസയും നാഗാലാൻഡിൽ 10 രൂപ 73 പൈസയുമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ 9 രൂപ 70 പൈസയും ഉത്തർപ്രദേശിൽ 8 രൂപ 90 പൈസയും ഗുജറാത്തിൽ 8 രൂപ 5 പൈസയുമാണെന്ന കാര്യം എത്ര പേർക്ക് അറിയാം? പ്രതിമാസം 40 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോഗത്തിന് രാജ്യത്തെ ഏറ്റവും കുറവുള്ളതും കേരളത്തിൽ തന്നെ. പ്രതിമാസം 100 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നിരക്ക് ഈടാക്കുന്ന കാര്യത്തിൽ 21 സംസ്ഥാനങ്ങൾ കേരളത്തിന് മുകളിലാണ്. 40 യൂണിറ്റ് വരെയുള്ള ഗാർഹിക ഉപഭോഗ നിരക്കിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഫിക്സ് ചാർജ് ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ 250ഉം നാഗാലാൻഡിൽ 200ഉം കർണാടകത്തിൽ 120 രൂപയുമാണ് ഫിക്സ് ചാർജ്. ചെറുകിട, ഇടത്തരം, വൻകിട വ്യവസായങ്ങളുടെ വൈദ്യുതി നിരക്കും ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണെന്ന് പുതിയ നിരക്കുകൾ സൂചിപ്പിക്കുന്നു. വൈദ്യുതി നിരക്കിന്റെ കാര്യത്തിൽ എന്തൊക്കെ പ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്? അതിനെ കൂട്ടുപിടിച്ചത് മനോരമ പോലെയുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവുമൊക്കെയായിരുന്നു. ഇനി ഇവരൊക്കെ എന്തു പറയുവോ എന്തോ.